എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, ഓക്സിലറി നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി, GNM ആൻഡ് ANM കോഴ്സിൻ്റെ ട്രയൽ അലോട്ട്മെൻറ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതാണ്, നമ്മുടെ ജസ്റ്റ് ഒരു ചാൻസ് ചെക്ക് ചെയ്യുന്നതാണ്, അലോട്ട്മെൻറ്റ് കിട്ടുമോ ഇല്ലയോ എന്ന്. അത് സത്യമാവണമെന്നില്ല. സോ ജസ്റ്റ് ഒരു ഡെമോ ആണ്, ഒറിജിനൽ അലോട്ട്മെൻറ്റ് അല്ല. അപ്പോൾ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് ട്രയൽ അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് ഓപ്ഷൻസ് കൂടുതൽ ആഡ് ചെയ്യാനും നേരത്തെയുള്ള ഓപ്ഷൻസിനെ റീഅറേഞ്ച് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും സംവിധാനം ഉണ്ടെന്നാണ്. അതായത് സെപ്റ്റംബർ 22-ാം തീയതി 5 മണിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുവരെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ഇനിയും കോളേജസ് ഒക്കെ ആഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും എന്ത് ചെയ്യുക, സെപ്റ്റംബർ 22-ാം തീയതി 5 മണിക്കുള്ളിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക. ഇത് കഴിഞ്ഞ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് സെപ്റ്റംബർ 23-ാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവരെ ടോക്കൺ ഫീ അടയ്ക്കണം. ടോക്കൺ ഫീ അടയ്ക്കാത്തവർക്ക് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കത്തില്ല. അലോട്ട്മെൻറ്റ് കിട്ടിയവരാണ് ടോക്കൺ ഫീ അടയ്ക്കേണ്ടത്. അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് എന്ത് ചെയ്യേണ്ട, ടോക്കൺ ഫീ അടയ്ക്കേണ്ട. ട്രയൽ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാലും ഇല്ലെങ്കിലും എന്ത് ചെയ്യേണ്ട, ടോക്കൺ ഫീ അടയ്ക്കേണ്ട കാര്യമില്ല. അത് ജസ്റ്റ് ഒരു ട്രയലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥ അലോട്ട്മെൻറ്റിൽ വരുമ്പോഴാണ് നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കേണ്ടത്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് മുതൽ അങ്ങോട്ടുള്ള അലോട്ട്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ ടോക്കൺ ഫീ അടയ്ക്കണം. ടോക്കൺ ഫീ ഒറ്റ തവണ അടച്ചാൽ മതിയാവും. ആദ്യം ഒരിക്കൽ ടോക്കൺ ഫീ അടച്ചവർക്ക് വീണ്ടും വേറെ കോളേജിൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ അവരെന്ത് ചെയ്യേണ്ട, വീണ്ടും ടോക്കൺ ഫീ അടയ്ക്കേണ്ട കാര്യമില്ല. സോ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ റീഅറേഞ്ച് ചെയ്യാനുള്ള സൗകര്യം തരുന്നതാണ്. അപ്പോൾ ഹയർ ഓപ്ഷൻസ് വേണ്ടാത്തവരെന്ത് ചെയ്യുക, ഹയർ ഓപ്ഷൻസിനെ റിമൂവ് ആക്കണം. ഇല്ലെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ ഹയർ ഓപ്ഷൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് പിന്നെ അതിലായിരിക്കും ജോയിൻ ചെയ്യാൻ പറ്റുക. സോ ഹയർ ഓപ്ഷൻസ് വേണ്ടാത്തവർ എന്ത് ചെയ്യുക, ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്യണം. നമുക്കിപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് ലിസ്റ്റ് എങ്ങനെയാണ് നോക്കാം. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒഫീഷ്യൽ സൈറ്റിൽ ലോഗിൻ ചെയ്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ആ ലോഗിൻ ബട്ടൻ്റെ തൊട്ട് താഴെ അലോട്ട്മെൻറ്റിൻ്റെ അലോട്ടഡ് കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്ന ലിസ്റ്റ് ഉണ്ട്. ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലിസ്റ്റ് കാണും. നിങ്ങൾക്ക് ഏത് കോഴ്സാണ് വേണ്ടത് ആ കോഴ്സ് സെലക്ട് ചെയ്യുക, ഏത് കോളേജാണ് വേണ്ടത് ആ കോളേജ് സെലക്ട് ചെയ്യുക. സോ അവിടെ അലോട്ട്മെൻറ്റ് ലഭിച്ച എല്ലാ കുട്ടികളുടെയും ലിസ്റ്റ് ഇതേപോലെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ട്രയൽ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് കാണാൻ സാധിക്കും. ഇപ്പോൾ ജനറൽ നഴ്സിംഗിൻ്റെ ആണ്. അങ്ങനെ പിന്നെ ഓക്സിലറി നഴ്സിംഗ് വേണമെങ്കിൽ നിങ്ങൾ ആ ഒരു ഓപ്ഷൻ വെച്ച് ഏത് കോളേജാണ് നോക്കുന്നതെങ്കിൽ ആ കോളേജ് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ആ കോളേജിൻ്റെ ആ കോഴ്സിൽ എത്ര പേർക്കാണ് ട്രയൽ അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സോ ഇവർ അവരുടെ റാങ്ക്, ഇൻഡെക്സ്, പിന്നെ അവരുടെ കമ്മ്യൂണിറ്റി ഏതാണെന്ന് എഴുതിയിട്ടുണ്ട്. എക്സാം സ്റ്റേറ്റ് വൈറ്റാണ്. പിന്നെ EZ എന്ന് പറഞ്ഞാൽ EW ആണ്. EW എന്ന് പറഞ്ഞാൽ EWS, അതായത് എക്കണോമിക്കലി വീക്കർ സെക്ഷൻ. പിന്നെ ബ്രാഹ്മൺ കാണാൻ പറ്റും, LC കാണാൻ പറ്റും, SC കാസ്റ്റ് കാണാൻ പറ്റും, KU, അങ്ങനെ കോട്ടാസ്, ഇഷ്ടംപോലെ കമ്മ്യൂണിറ്റീസ് അങ്ങനെ കാണാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെയും അവർക്ക് കിട്ടിയ കോളേജ് ഏതാണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നിങ്ങൾ മാത്രം ആയിട്ടാണ് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമെങ്കിൽ എന്ത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ. സോ ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഈ ട്രയലിന് പകരം ഞാൻ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് ഇത് കാണിച്ചിട്ട് അതിൽ കിട്ടിയ സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റ് ആയിരിക്കും കാണിക്കുക. ഈ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എങ്ങനെയായിരിക്കും വരിക എന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു മോഡൽ കാണിക്കാനാണ് ട്രയൽ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്തത് ഇപ്പോൾ അവർ ഇൻക്ലൂഡ് ചെയ്തത്. സോ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരുമ്പോൾ ഒരു ഐഡിയ കിട്ടും. ഇപ്പോൾ ട്രയൽ വന്നില്ലേ, സോ അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ഓൾറെഡി പരിചിതമായിരിക്കും എങ്ങനെയൊക്കെയാണ് നോക്കേണ്ടതെന്ന്. അതുകൊണ്ടാണ് അവർ ട്രയൽ അലോട്ട്മെൻറ്റ് ആദ്യം പബ്ലിഷ് ചെയ്യുന്നത്. കോളേജിൽ ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് അവർ പ്രത്യേകം അറിയിക്കുന്നതാണ്. സോ ആ ഡേറ്റിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്